സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ട് കാന്തപുരത്തിന്റെ നിലപാടുകളെ വിമർശിച്ച് SKSF നേതാവ് കൂടിയായ സ്വാതി കലിത്തങ്ങളും N ശംസുദ്ദീൻ MLAയും വിമർശനം നടത്തിയത് ചേളാരി ഗ്രൂപ്പിന് വീണ്ടും തലവേദനയായി. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം ആശങ്കയുണ്ടായിരുന്നു സ്ത്രീകളെ സ്ഥാനാർത്ഥികളായി കിട്ടുമോ എന്ന്. എന്നാൽ ലീഗ് പരിശ്രമിച്ചപ്പോൾ നല്ല വിദ്യാസമ്പന്നരായ സ്ത്രീകളെ മുസ്ലിം ലീഗിന് പൊതുരംഗത്തിറക്കാൻ സാധിക്കുകയുണ്ടായി. നല്ല പ്രഗത്ഭരായ ഭരണാധികാരികളെ അതിൽ നിന്ന് ലീഗിനുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ അടുത്തിടെ പ്രചരിച്ച ഒരു കാര്യമുണ്ട്. ചില സ്ഥലങ്ങളിൽ ഭർത്താവിന്റെ പടം വെച്ച് പോസ്റ്റർ അടിക്കുന്നു, പക്ഷെ അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഭാര്യയാണ്. ഭാര്യ രംഗത്ത് വരുന്നില്ല. അത്തരം പ്രവണതകളെ നിരുത്സാഹപ്പെടുത്തേണ്ടതല്ലേ? തീർച്ചയായിട്ടും അതൊന്നും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമല്ല. ഭാര്യയുടെ ചെലവിൽ എന്തിനാ ഭർത്താവ് പടം വെച്ച് തെരഞ്ഞെടുപ്പ് നേടുന്നത്? അത് സ്ഥാനാർത്ഥി ആരാണോ അവരുടെ പടം വെച്ച് തന്നെയല്ല തെരഞ്ഞെടുപ്പ് നേടുന്നത്. എന്നാൽ ഇതിനെതിരെ SKSF നേതാവും ചേളാരി ഗ്രൂപ്പിന്റെ ഖുർആൻ പ്രഭാഷകനുമായ ഹുദവിയുടെ പ്രഭാഷണം സോഷ്യൽ മീഡിയകളിൽ വൈറലാവുകയാണ്. പെണ്ണുങ്ങളെ പൊതുപ്രവർത്തനത്തിന് ഇറക്കാൻ പാടില്ല, അല്ലാഹുവിന്റെ നിയമമാണ്. തന്റെ ഭാര്യയെ മെമ്പറാക്കേണ്ട ഹറാമാണ്, അല്ലാഹുവിന്റെ മുമ്പിൽ ഹറാമാണത്, ഹറാമാണ്. ഇവരെ പുറത്തിറക്കണ്ട, അവർക്ക് വിന്നുകൾ ഉണ്ടാക്കണ്ട. അവർ വീട്ടുകളിൽ അച്ചടക്കത്തോടുകൂടെ മക്കളെ നോക്കി ഭർത്താവിനെ പരിചരിച്ച് നല്ലൊരു തലമുറയുടെ ചുറ്റിപ്പ് നടത്തേണ്ട ഉമ്മമാരാണ്. അവരെ നീ ഗോതയിലേക്ക് ഇറക്കല്ല, പൊതുപ്രവർത്തനത്തിന് ഇറക്കല്ല. അങ്ങനെ ഇറക്കുന്നതിൽ നിനക്ക് മനസ്സിന്റെ വിഷമമില്ലെങ്കിൽ നിന്റെ പേരാണ് ദയ്യൂത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്റെ പേരാണ് ദയ്യൂത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇസ്ലാമിന്റെ പേരിൽ ചെയ്യരുത്. നിങ്ങൾ മുസ്ലിം എന്നുള്ള പേര് മാറ്റിക്കോ, ഇസ്ലാമിന്റെ പേര് മാറ്റിക്കോ. ഇവിടെ മുസ്ലിങ്ങൾക്ക് എന്തെല്ലാം പരിപാടികളാണ്, നടന്നോട്ട്, ഒരു കുഴപ്പമില്ല. നമ്മൾ എല്ലാത്തിനും ചെവി കൊടുക്കരുത്. ഹക്കും ബാത്തിലും മനസ്സിലാക്കണം. മുഖമക്കന ധരിച്ച് കയ്യും മുഖവും മുറത്ത് കാണിച്ച് ആണിനെ പോലെ റോഡിലൂടെ നടക്കാൻ പറ്റുമെന്ന് ആരാണ് ഇവിടെ നിയമം കൊണ്ടുവന്നത്? എന്ന അല്ലാഹുവിന്റെ വചനത്തിന് ആരാണ് ദുർവ്യാഖ്യാനം ചെയ്തത്? അങ്ങനെന്തോ പെണ്ണിന് കയ്യും വീശി റോഡിലൂടെ നടക്കാമെന്ന്, അന്യരുടെ കൂടെ മിങ്കിളാകാമെന്ന്? അവൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആകാൻ പറ്റില്ല മുഅ്മിനെ, അവളെ മത്സരിപ്പിക്കാൻ പറ്റില്ല മുഅ്മിനെ. ഇത് എന്റെ മുഅ്മിനീങ്ങളോട് ഞാൻ പറയും. പേരെടുത്തു പറഞ്ഞില്ലെങ്കിലും മുസ്ലിം ലീഗിനെ ദയ്യൂസ് എന്ന് വിളിക്കാനും മുസ്ലിം എന്ന പേരെടുത്തു മാറ്റാനുമാണ് ഹുദവി പറയുന്നത്. ഇത് ലീഗ് നേതൃത്വത്തിനും ചേളാരി ഗ്രൂപ്പിനും വലിയ തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ്. എന്നാൽ ഹുദവിയുടെ പ്രഭാഷണം പുറത്തുവന്നതോടെ വെട്ടിലായ ചേളാരി ഗ്രൂപ്പിനു വേണ്ടി അഭിനവ മുഫ്തി ചമയുന്നത് സാക്ഷാൽ നാസർ ഫൈസി കൂടത്തായിയാണ്. കൂടത്തായിക്കാരന്റെ ന്യായം കേൾക്കാം. ഞാൻ നാസർ ഫൈസിയാണ്. ഞാൻ 2 വോയിസും കേട്ടു. സംവരണ സീറ്റ് വനിതകൾക്ക് മത്സരിക്കാം, വനിതാ സംവരണ സീറ്റിൽ. എന്തുകൊണ്ടെന്നാൽ രാജ്യത്തിന്റെ നിയമം അംഗീകരിക്കൽ മുസ്ലിമിന്റെ കടമയാണ്. വനിതാ സംവരണ സീറ്റുകളിൽ മത്സരിക്കുകയും വനിതാ സംവരണ പഞ്ചായത്ത് പ്രസിഡന്റ് പദവികൾ വനിതകൾക്ക് കൈകാര്യം ചെയ്യുകയും ചെയ്യാം. അത് സംവരണത്തിൽ മാത്രം. അവിടെയും പരിശുദ്ധമായ ദീൻ ഇസ്ലാമിന്റെ എല്ലാ കടമകളും പാലിച്ചുകൊണ്ടായിരിക്കണം. അത് പാലിക്കപ്പെടാതിരിക്കാൻ പാടില്ല. അത്തരം സാഹചര്യത്തിൽ ഗവൺമെന്റ് നിയമം അംഗീകരിച്ചുകൊണ്ട് മാത്രമാണ് ഇത് പാടുണ്ട് എന്ന് പറഞ്ഞത്. സിംസാറിലൊക്കെ ഉദവി പറഞ്ഞത് ഇത് വൈരുദ്ധ്യമല്ല. അദ്ദേഹം പൊതുവിഷയത്തിലാണ് പറഞ്ഞത്. ജനറൽ വാർഡുകളിലും ജനറൽ സീറ്റുകളിലും ജനറൽ പഞ്ചായത്ത് പ്രസിഡന്റ് പദവികളിലുമായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക. അവിടെ ഒരിക്കലും ഒരു മുസ്ലിം സ്ത്രീ മത്സരിക്കാൻ പാടില്ല. പക്ഷെ രണ്ടായി തന്നെ കാണണം. സംവരണ സീറ്റിലാവാം, സംവരണ സീറ്റിൽ അല്ലാത്ത സ്ഥലത്ത് പാടില്ല. എന്നാൽ ഇന്ന് ചില സ്ഥലങ്ങളിൽ വിജയസാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്ന സീറ്റുകളിൽ മുസ്ലിം സ്ത്രീകളെ മത്സരിപ്പിച്ചുകൊണ്ട് അവരെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കുന്ന ചില പ്രവണതകൾ ചില ഭാഗത്ത് കാണുന്നുണ്ട്. ഒരിക്കലും അതിനെ ന്യായീകരിക്കാൻ കഴിയില്ല. പൊതു സീറ്റിൽ, ജനറൽ സീറ്റിൽ ഒരിക്കലും സ്ത്രീയെ മത്സരിപ്പിക്കരുത്. പുരുഷനുമായി കൊണ്ട് മത്സരിക്കാനുള്ള സാഹചര്യം സ്ത്രീക്ക് ഉണ്ടാവുകയും ചെയ്യരുത്. അത് ശ്രദ്ധിക്കണം. അതുകൊണ്ട് തമ്മിൽ വ്യത്യാസം ഉണ്ടാകുന്നില്ല. രണ്ടും ആ നിലയിൽ കണ്ടാലും മതി. സംവരണ സീറ്റിൽ മത്സരിച്ചാൽ ഹലാലും ജനറൽ സീറ്റിൽ മത്സരിച്ചാൽ ഹറാമും എന്ന വിചിത്രമായ ഫത്വ കേട്ട് ഊറിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. വ്യാഖ്യാനിച്ചും വിശദീകരിച്ചും മതം പറയാൻ കഴിയാതെ വീണിടം കിടന്നുരുളുകയാണ് ചേളാരിക്കാരുടെ 60ാം വാർഷികത്തിൽ ഏറ്റവും നല്ല ദീനീ സേവകനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങിയ കൂടത്തായിക്കാരൻ.